ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫോൺ ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ഹാക്ക് ചെയ്തിട്ടുണ്ടോ? അബദ്ധവശാൽ അങ്ങനെ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? ഒരു വിധത്തിലും ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ ആണിത്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നാണ്. നമുക്കത് എങ്ങനെ മനസ്സിലാക്കാം? കോമൺലി ഹാക്കർമാർ രണ്ട് ടൈപ്പാണ്. ഒന്നാമത്തേത് വലിയ പ്രൊഫഷണൽ രീതിയിലൊന്നുമല്ല, ഒരു ലോക്കൽ രീതിയിൽ ഹാക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഫോൺ ഒരു 5 മിനിറ്റെങ്കിലും അവരുടെ കയ്യിൽ വേണം. അപ്പോൾ ആ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലേക്ക് കയറ്റിയിട്ട് നമ്മുടെ ഫോണിലെ ഒന്നുകിൽ കൺട്രോൾ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലെ ഡാറ്റാസ് എല്ലാം അവർ ആ സെർവറിലേക്ക് അയക്കുന്ന രീതി. ഈ ഒരു രീതി ഒരു പ്രൊഫഷണലായിട്ട് ഹാക്കിംഗ് ഒന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലാത്തൊരാൾക്കും ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. അതായത് നമ്മുടെ ഫോൺ കുറച്ച് സമയം അവരുടെ കയ്യിലുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്പൈ ആപ്സ്, തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിലേക്ക് കയറ്റിയിട്ട് ഹാക്ക് ചെയ്യുന്ന രീതി. അപ്പോൾ രണ്ടാമത്തെ കണ്ടുവരുന്ന രീതിയാണ് പ്രൊഫഷണലായിട്ട് ഹാക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഫോണൊന്നും അവരുടെ കയ്യിലൊന്നും വേണ്ട, അല്ലാതെ തന്നെ ഏതെങ്കിലും ഒരു ലിങ്കോ മറ്റോ നമ്മുടെ ഫോണിലേക്ക് അയക്കുമ്പോൾ നമ്മൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ഉടനെ ഏതെങ്കിലും ഒരു സ്പൈ ആപ്ലിക്കേഷൻസ്, ഏതെങ്കിലും സ്പൈവെയർ നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആവുകയും ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആവും. അപ്പോൾ ഇങ്ങനെ രണ്ട് വിധത്തിലാണ് ഹാക്ക് ചെയ്യപ്പെടാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ എങ്ങനെ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടാമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഫോൺ ഈ ഒരു വിധത്തിൽ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ തുടർന്ന് മാത്രമാണ് അവർക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുന്നത്. ചിലപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫ്രണ്ടിലൊന്നും കാണില്ല. നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ ആപ്ലിക്കേഷൻ നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല, ഒരു ഹൈഡായിട്ട് കിടക്കും. നമുക്കത് ചെക്ക് ചെയ്യാനായിട്ട് രണ്ട് മാർഗ്ഗമുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടാൽ നമ്മുടെ ഡാറ്റാസൊക്കെ കളക്ട് ചെയ്തിട്ട് അവരുടെ സെർവറിലേക്ക് അവർക്ക് വേണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് അയക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഡാറ്റ ആവശ്യമാണ്. അതായത് നമ്മുടെ മൊബൈൽ ഡാറ്റ ഓൺ ആയിരിക്കണം. നമ്മുടെ സെറ്റിങ്സിൽ പോയിട്ട് മൊബൈൽ ഡാറ്റ യൂസേജിൽ നോക്കുവാണെങ്കിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് നമ്മുടെ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്തിട്ടുണ്ടെന്നറിയാം. അതായത് നമ്മുടെ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. സെറ്റിങ്സ് ഓപ്പൺ ആക്കിയിട്ട് ഡാറ്റ യൂസേജ് എന്ന് കാണും. അവിടെ കണ്ടില്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ സെർച്ച് ചെയ്യുക ഡാറ്റ യൂസേജ്. അപ്പോൾ ഇവിടെ മൊബൈൽ ഡാറ്റ യൂസേജ് എന്ന് കാണും. മൊബൈൽ ഡാറ്റ യൂസേജ് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇന്ന് എത്ര ആപ്ലിക്കേഷൻ മൊബൈൽ ഡാറ്റ യൂസേജ് ആയിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ മൊബൈൽ ഡാറ്റ യൂസേജ് ആയ ആപ്ലിക്കേഷൻ ഏറ്റവും ടോപ്പിലായിരിക്കും കാണിക്കുക. അപ്പോൾ നോക്കുക, വല്ല സംശയമുള്ള ആപ്ലിക്കേഷൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ നമുക്ക് രണ്ടാമത് ചെക്ക് ചെയ്യാൻ പറ്റുന്നൊരു വഴി ബാറ്ററിയാണ്. നമ്മുടെ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക, ആ ബാറ്ററി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ സെർച്ച് ചെയ്യുക. അപ്പം കാണാം ബാറ്ററി യൂസേജ് കാണാം. ബാറ്ററി യൂസേജ് ക്ലിക്ക് ചെയ്തിട്ട് നോക്കുക ഏറ്റവും കൂടുതൽ ബാറ്ററി യൂസ് ചെയ്ത ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക. കോമൺ ആയിട്ട് ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ മാക്സിമം ബാറ്ററി യൂസ് ചെയ്യും. കാരണം നമ്മുടെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ അവരുടെ സെർവറിലേക്ക് സെൻഡ് ചെയ്യാനായിട്ട് കൂടുതൽ ബാറ്ററി ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാറ്ററി യൂസേജിനകത്ത് നമുക്ക് പരിചയമില്ലാത്ത ആപ്ലിക്കേഷൻസ് വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. വല്ല സംശയമുള്ള ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കി. ഇനി നമുക്ക് നമ്മുടെ ഫോൺ എങ്ങനെ ഹാക്ക് ചെയ്യപ്പെടാതെ ശ്രദ്ധിക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതി നൂതന രീതിയിലാണ്, വെറൈറ്റി രീതിയിലാണ് ഹാക്കർമാരെ ഇപ്പോൾ ഹാക്ക് ചെയ്യുന്നത്. നമ്മൾ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് എടുക്കാതിരിക്കുക. അതായത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ എടുക്കുക, അല്ലാതെ ഗൂഗിളിൽ നിന്ന് APK ഫയലൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നത് മാക്സിമം നിർത്തുക, അല്ലെങ്കിൽ മാക്സിമം ശ്രദ്ധിച്ച് മാത്രം. അതായത് നമുക്ക് അത്യാവശ്യമുണ്ട് അല്ലെങ്കിൽ അത്ര സുരക്ഷിതമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഗൂഗിളിൽ നിന്ന് നേരിട്ടുള്ള ആപ്ലിക്കേഷൻ ഫയലൊക്കെ ഡൗൺലോഡ് ചെയ്യാവുള്ളൂ, ഇൻസ്റ്റാൾ ചെയ്യാവുള്ളൂ. ഓരോ രീതിയിൽ വരുന്ന ലിങ്കിലൊക്കെ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പോകരുത്. പിന്നെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ അത്ര സുരക്ഷിതമാണെന്ന് നമ്മൾ ഉറപ്പാണെങ്കിൽ മാത്രമേ ആ ഒരു രീതി ചെയ്യാവുള്ളൂ. മാക്സിമം നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിലെ ആപ്ലിക്കേഷൻ മാത്രം യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത്, നമ്മുടെ ഫോൺ അനാവശ്യമായിട്ട് ഒരാളുടെ കൊടുക്കാതിരിക്കുക. അതായത് നമ്മുടെ സാന്നിധ്യത്തിൽ കൊടുക്കുക, നമ്മൾ അടുത്തുണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ മാക്സിമം കൊടുക്കാതിരിക്കുക. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യാൻ പ്ലാനുള്ളവർക്ക് നമ്മുടെ ഫോൺ ഒരു 5 മിനിറ്റ് അടുത്ത് കയ്യിലിരുന്നാൽ മതി. അതിനുള്ളിൽ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഫോൺ ഹാക്ക് ആവും. പിന്നെ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള വീഡിയോസ്, ഫോട്ടോസ് അല്ലെങ്കിൽ ഫയൽസ് വല്ലതും ഉണ്ടെങ്കിൽ തന്നെയും എല്ലാം ലോക്ക് ചെയ്ത് വെക്കുക. കോമൺ ആയിട്ട് ഒരു സർവീസ് നമ്മുടെ ഫോൺ സർവീസിന് കൊടുക്കുന്ന സമയത്ത്, ഫോൺ കംപ്ലയിൻറ്റ് വരുമ്പോൾ റെഡിയാക്കാനായിട്ട് കടയിൽ കൊടുക്കുന്ന സമയത്ത് മാക്സിമം എല്ലാ ആപ്ലിക്കേഷനിലും, ഇപ്പോൾ ഇൻസ്റ്റ ആയിക്കോട്ടെ, ഗാലറി ആയിക്കോട്ടെ, ക്രോം ആയിക്കോട്ടെ, എല്ലാം ഒന്ന് ആപ്പ് ലോക്ക് ഇട്ടിട്ട്, അതായത് എല്ലാത്തിനും ഒരു ലോക്ക് ഇട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ മാക്സിമം നമ്മളിങ്ങനെ ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാനായിട്ട് പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ യൂസ്ഫുൾ ആകുന്ന വീഡിയോകൾക്ക് വേണ്ടി ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.